നമസ്കാരം. നമ്മൾ ഇന്ന് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു അരിപ്പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ തുടങ്ങാം. ഒരു 5 ഗ്ലാസ് പാല് പ്രഷർ കുക്കറിലേക്ക് ഒഴിക്കുന്നു. നമ്മൾ പായസം റൈസ് അല്ലെ മട്ട റോ റൈസ് അല്ലെ ഉണക്കലരിയാണ് ഉപയോഗിക്കുന്നത്. പാലിൻ്റെ അകത്തോട്ട് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ഇട്ടു. നമുക്ക് പാലൊന്ന് തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് അത് ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് അത് അടച്ച വെയിറ്റൊക്കെ ഇട്ട് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെക്കുക. വിസിലടിക്കാൻ സമ്മതിക്കരുത്. വിസിലടിക്കുമെന്ന് തോന്നിയാൽ സ്റ്റൗ അങ്ങ് നിർത്തിയിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റൗ കത്തിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് സ്റ്റൗ അങ്ങ് ഓഫാക്കിയിട്ട് പ്രഷർ പോകാൻ വെയിറ്റ് ചെയ്യുക. ഒരു 1/2 ഗ്ലാസ് അരി എടുത്ത് ശരിക്കും കഴുകി ഒരു 1/2 മണിക്കൂർ കുതിർത്ത് വെക്കുക. പ്രഷർ പോയി കഴിയുമ്പോൾ കുക്കർ അങ്ങ് തുറക്കുക. പാലിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നത് കാണാം. കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും പിന്നെ 1 ഗ്ലാസ് തിളയ്ക്കുന്ന വെള്ളവും കൂടെ പാലിലേക്ക് ഒഴിക്കുന്നു. മധുരമൊക്കെ നോക്കി വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ പഞ്ചസാര ഇടാം. ഒന്ന് തിളച്ച് കഴിയുമ്പം കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് വീണ്ടും ഒരു 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെക്കുന്നു. വിസിലടിക്കാൻ സമ്മതിക്കരുത്. വിസിലടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് 1-2 മിനിറ്റ് കഴിയുമ്പം വീണ്ടും സ്റ്റൗ ഓൺ ചെയ്യുക. 1/2 മണിക്കൂർ കഴിയുമ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പ്രഷർ പോകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രഷറൊക്കെ പോയി കഴിയുമ്പം കുക്കർ അങ്ങ് തുറക്കുക. സംഗതി കുറുകി റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നമ്മുടെ പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി. നല്ലത് വരട്ടെ. നമ്മളിന്ന് ശർക്കരയും അരിയും ഒക്കെ ഇട്ട് തേങ്ങാപ്പാലിൽ ഒരു അടിപൊളി പായസം വെക്കുകയാണ്. സ്വാഗതം ഫാസ്റ്റ് ട്രാക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ തുടങ്ങാം. 1 ഗ്ലാസ് ഉണക്കലരി കഴുകി ഒരു 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. തേങ്ങയുടെ 3-ാം പാൽ ഒരു 5 ഗ്ലാസ് ഒരു ഉരുളിയിലോട്ട് ഒഴിച്ച് അങ്ങ് തിളപ്പിക്കുന്നു. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച 1 ഗ്ലാസ് അരി അങ്ങ് ഒന്നുകൂടി അങ്ങ് തിളപ്പിക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ശരിക്കും ഒന്ന് ഇളക്കി പിന്നെ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ആ അരി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയത്ത് ഒരു 2 ഉരുള ശർക്കര അങ്ങ് ഉരുക്കിയെടുക്കാം. അരിയൊക്കെ ഇങ്ങനെ അങ്ങ് വെന്ത് വന്നു കഴിയുമ്പോൾ ആ ശർക്കര ഉരുക്കിയത് അരിക്കകത്തോട്ടങ്ങ് ഒഴിക്കുന്നു. ശരിക്കും ഒന്ന് ഇളക്കി അവനെ കുറച്ചൊന്ന് വറ്റിക്കാം. കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോൾ ഒരു ചെറിയ പീസ് ചുക്കങ്ങ് പൊടിച്ച് ചേർക്കുന്നു. ഇനി നമുക്ക് ഒരു 2 ഗ്ലാസ് 2-ാം പാൽ അങ്ങ് ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി അങ്ങ് ഇട്ടു. ഒന്നുകൂടി ഒന്ന് ഇളക്കി കുറച്ചുകൂടി അങ്ങ് വറ്റിക്കാം. ഇനി നമുക്ക് 1 ഗ്ലാസ് 1-ാം പാൽ അങ്ങ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാം. തിളപ്പിക്കുകയില്ല, ഒന്ന് ചൂടാക്കി അവനെ എടുത്തങ്ങ് മാറ്റി വെക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്ക്കകത്ത് വറുത്തങ്ങ് ഇട്ടു. ഉണക്ക മുന്തിരി വറുത്തങ്ങ് ഇട്ടു. കുറച്ച് കശുവണ്ടി വറുത്തങ്ങ് ഇട്ടു. എന്നിട്ട് ശരിക്കും ഒന്ന് ഇളക്കി വിളമ്പിങ്ങി എടുത്തോണ്ടാൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നമ്മുടെ പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി. നല്ലത് വരട്ടെ.